പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നാം കർത്തൃപാദാന്തികത്തിലിരിക്കുമ്പോൾ ഈ നാളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇത് നോമ്പുകാലമാണ്. അതുകൊണ്ട് തന്നെ നോമ്പുകാല ധ്യാനങ്ങൾ നമുക്ക് കൂടുതലായി ആവശ്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും പല ക്രമക്കേടുകളും സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളിലൊന്നാണത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രമക്കേടുകൾ വരുന്നത് രണ്ട് സംഗതികൾ കൊണ്ടാണ്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ലാത്ത പലതും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത്. രണ്ട്, എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള പലതും എൻ്റെ ജീവിതത്തിൽ നിന്ന് അന്യമായി പോകുന്നത്. ഇത് രണ്ടും എൻ്റെ ജീവിതത്തെ ക്രമം കെട്ടതാക്കി തീർക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇവണ്ണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതുകൊണ്ട് നാം തകരാറിലാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് അനിവാര്യമായ പലതും നമ്മിൽ നിന്ന് അന്യമായി പോയതുകൊണ്ടും നാം തകരാറിലായിട്ടുണ്ട്. അതൊന്ന് പരിശോധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായതിനെ പുറത്ത് കളയുവാനും തികച്ചും ആവശ്യമായവയെ അകത്ത് സ്വീകരിപ്പാനുമാണ് ഈ നോമ്പുകാലം നമുക്ക് ഉപകാരപ്പെടേണ്ടത്. എന്നിൽ അർഹതയില്ലാത്തതും ഇടമില്ലാത്തതും ഉണ്ടാകാൻ പാടില്ലാത്തതുമായ എന്തൊക്കെയാണ് എന്നിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ആദ്യം പരിശോധിക്കുക. ദൈവപദ്ധതിക്ക് വിരുദ്ധമായി നാം പലപ്പോഴും നമ്മുടെ ജഡസുഖത്തെ പ്രതി, നയനസുഖത്തെ പ്രതി, മനസുഖത്തെ പ്രതി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പലതും സ്വീകരിച്ച് സൂക്ഷിക്കുന്നവരാണ്. അതിനെയാണ് നാം തത്വത്തിൽ പാപങ്ങൾ എന്ന് വിളിക്കുന്നതെങ്കിലും പാപത്തെ ഒരിക്കലും നമുക്ക് ഭയമില്ല. പാപത്തെ നമ്മൾ ഒരിക്കലും വെറുക്കുന്നുമില്ല. പാപത്തെ തത്വത്തിൽ നാം പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പാപം ഏത് മനുഷ്യനും ഏതവസ്ഥയിലും പകർന്നു കൊടുക്കുന്നത് ആനന്ദവും സുഖവുമൊക്കെയാണ്. ഇതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇതിൽ വല്ലാതെ ആകൃഷ്ടനാവുകയും അടിമപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ അത് തകർക്കുന്നുണ്ട് എന്ന് നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. നമുക്കറിയാം, ഒരു ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒരു മുഴ രൂപം കൊണ്ടാൽ അത് തലച്ചോറിലാണെങ്കിലും ഇനി ശരീരത്തിലെ മറ്റൊരു അവയവത്തിലാണെങ്കിലും ആ ട്യൂമർ നമുക്ക് അപകടമുണ്ടാക്കും. തക്കകാലത്തത് നീക്കം ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അത് ക്യാൻസറായിട്ട് രൂപപ്പെട്ടേക്കാം. പിന്നെ അത് ശരീരത്തെ മുഴുവനും നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും രൂപപ്പെടുന്ന മുഴയെ കണ്ടെത്തി ഒരു സർജറിയിലൂടെ പുറത്ത് കളയുന്നത് നല്ല ഒരു ചികിത്സയാണ്. അത് ഈ മനുഷ്യനെ സുഖപ്പെടുത്തും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന പാപങ്ങളും. ഒരു ട്യൂമർ ഒറ്റ ദിവസം കൊണ്ട് ഒരു നാരങ്ങയോളം വലിപ്പമാകുന്നില്ല. നാളുകളോളമുള്ള അതിൻ്റെ വളർച്ചയാണ് അതിനെ ഒരു നാരങ്ങയോളം വലിപ്പത്തിലെത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോഴിമുട്ടയോളം വലിപ്പത്തിലെത്തിക്കുന്നത്. അത് നാഡീഞരമ്പുകളെ സ്പർശിച്ചു തുടങ്ങുമ്പോഴാണ് ഒരു മനുഷ്യൻ അസ്വസ്ഥതകൾ തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരാളുടെ ജീവിതത്തിൽ വല്ലാത്ത വേദനകളും മുറിവുകളും തലകറക്കങ്ങളും പിടഞ്ഞു വീഴലുകളുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് നാം ചികിത്സയെക്കുറിച്ച് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ആദ്യം നിരുപദ്രവകാരിയായിരിക്കുകയും ഒപ്പം നമുക്ക് കുറേ ആനന്ദങ്ങൾ തരികയും ചെയ്യും. പക്ഷെ പതുക്കെ അത് വളർന്ന് പർവ്വതാകാരം പൂണ്ട് നമ്മെ ഞെരുക്കാനായിട്ട് തുടങ്ങും. വളരെ വൈകിയായിരിക്കും ഒരുപക്ഷെ നാം ചികിത്സിക്കണം എന്ന ബോധത്തിലേക്ക് എത്തുന്നത്. ആ ബോധത്തിലേക്ക് എത്തുമ്പോഴേക്കും നാം ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ അനാവശ്യമായി നാം സൂക്ഷിച്ച് സ്വീകരിച്ച് വച്ചിട്ടുള്ള സകല പാപത്തോടും നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് വിട പറഞ്ഞ് അതിനെ പുറത്താക്കി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കേണ്ട നാളുകളാണ് നോമ്പിൻ്റെ നാളുകൾ. ഈ പാപത്തിൻ്റെ പട്ടികയിൽ ഒരുപാട് കാര്യങ്ങൾ നാം പരിശോധിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഒരുപാട് ആളുകൾ സുഖം തേടുമ്പോൾ അതിന് ഏറ്റവും ആനുകാലികമായി ലഭ്യമാകാവുന്ന ഒന്നാണല്ലോ മദ്യം. അത് എവിടെയും കിട്ടുന്ന ഒരവസ്ഥയിലാണ്. അത് ഇനിയും പോരാ, തട്ടുകടകളിലും കിട്ടത്തക്കവണ്ണം അത് വിപുലപ്പെടുത്തണമെന്നാണ് ആധുനിക കാലത്ത് പലരും വാദിക്കുന്നത്.
മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് ലഭ്യമാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു തത്വം. പക്ഷേ അതിലൂടെ മനുഷ്യന് വരുന്ന രോഗവും മനുഷ്യന് വരുന്ന സാമ്പത്തിക തകർച്ചയും കുടുംബങ്ങളിലെ തകർച്ചയും അതുപോലെ തന്നെ ധാർമ്മിക തകർച്ചയും സാമൂഹിക പ്രശ്നവും ഒന്നും ഇവിടെ വിലയിരുത്തപ്പെടുന്നില്ല. സത്യത്തിൽ നാം വിലയിരുത്തിയാൽ മദ്യം മനുഷ്യന് പകരുന്ന ആനന്ദത്തിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ച് പഠിച്ചാൽ അത് ഈ സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തികളിലും ആരോഗ്യപരമായും മറ്റും ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഒരിക്കലും ഈ സമൂഹത്തിന് പരിഹരിക്കാൻ പറ്റാത്തതാണ്. അധികാരിവർഗം പലപ്പോഴും താൽക്കാലികമായി കിട്ടുന്ന ലാഭങ്ങളാണ് കണക്ക് കൂട്ടുന്നത്. ദൂരവ്യാപകമായി വരാവുന്ന ഭവിഷ്യത്തുകളെ കണക്ക് കൂട്ടുന്നില്ല. അതിനുവേണ്ടി ചിലവഴിക്കപ്പെടേണ്ടി വരുന്ന പണമോ അതിനുവേണ്ടി ചിലവഴിക്കപ്പെടേണ്ട സർക്കാരിൻ്റെ മറ്റ് സാധ്യതകളോ ഒന്നും ഇവിടെ ചിന്തിക്കപ്പെടുന്നില്ല. ജനം നശിച്ചു പോയാലും തിരക്കേടില്ല, തൽക്കാലം ഖജനാവ് നിറയുക എന്നുള്ളതാണ് പല സർക്കാരുകളുടെയും പ്രധാനപ്പെട്ട തത്വം. ഏതെങ്കിലും ഒന്നിനെ വിമർശിക്കുന്നു എന്നല്ല, ഭൂരിപക്ഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇത് ലഭ്യമാണ്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദമുണ്ടാക്കി തീർക്കുന്ന പ്രതിസന്ധികൾ എത്ര രൂക്ഷമാണ് പ്രിയപ്പെട്ടവരെ. വലിയ ക്രമക്കേടുകൾ ഈ സമൂഹത്തിലും അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലും ആരോഗ്യപരമായും ഒക്കെ സംഭവിക്കുമ്പോൾ ഇതിനോടൊന്ന് വിട പറഞ്ഞ് ഇതെൻ്റെ ജീവിതത്തിൽ അനാവശ്യമായി കൂടുകൂട്ടിയിരിക്കുന്ന ഒരാസക്തിയാണെന്ന്, ഇതെന്നെ തകർക്കുന്നുണ്ടെന്ന്, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ക്രമം കെടുത്തുന്നുണ്ടെന്ന്, ഇതെന്നെ രോഗിയാക്കുന്നുണ്ടെന്ന്, ഇതെൻ്റെ കുടുംബത്തെ രോഗിയാക്കുന്നുണ്ടെന്ന്, ഇത് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെ വല്ലാതെ ഗ്രസിച്ചിട്ട് തളർത്തിക്കളയുന്നുണ്ടെന്ന്, ഞാൻ ഉൾപ്പെടുന്ന സഭയെ എൻ്റെ ഇടവകയെ ദുർബലപ്പെടുത്തുന്നുണ്ടെന്ന്, എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനോട് ശാശ്വതമായി വിട പറയാനുള്ള, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പറിച്ച് വേരോടെ പിഴുതു മാറ്റാനുള്ള ഒരു തീരുമാനമാണ് നോമ്പ് നമുക്കുണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെയാണല്ലോ പ്രിയപ്പെട്ടവരെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ആളുകൾ ആദ്യം അതിൻ്റെ ആനന്ദമോർത്തിട്ട് അത് പതുക്കെ തുടങ്ങി പിന്നെ അത് ശീലമാക്കി മാറ്റുകയാണ്. പുകവലിയും പൊടിവലിയും മറ്റ് മയക്കുമരുന്നുകളുടെ ഉപയോഗവും കഞ്ചാവും ഇതൊക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. ഇതിപ്പോൾ എവിടെയും ലഭ്യമാണ്. അത് മുന്നറിയിപ്പൊക്കെ കൊടുക്കണമെന്ന് നിബന്ധനകളും നിയമങ്ങളും ഉണ്ടെങ്കിലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാത്ത അക്ഷരങ്ങളിൽ ചില മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിലും ഈ സുഖങ്ങളിൽ ആളുകൾ രസിച്ചും രമിച്ചും വല്ലാതെ അതവരുടെ ജീവിതത്തെ ബാധിക്കുകയാണ്. ഇതും ഒരുപാട് പേരെ രോഗികളാക്കി തീർക്കുന്നുണ്ട്, ഒരുപാട് ജീവിതങ്ങളെ ക്രമം കെട്ടതാക്കുന്നുണ്ട്, ഒരുപാട് ബന്ധങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങളെ ഡൈവോഴ്സിലേക്ക് തള്ളിവിടുന്നുണ്ട്, ഒരുപാട് തകർച്ചകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ ക്രമക്കേടാണ്. ഇതിൽ നിന്നുള്ള ഒരു മോചനമാകണം ഈ നോമ്പ് കാലത്ത് നമുക്ക് സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരം കൊണ്ട് എല്ലാവർക്കും അത് അവൈലബിൾ ആയതുകൊണ്ട്, കൈവെള്ളയിൽ ഒതുങ്ങുന്ന സ്മാർട്ട് ഫോൺ ഇത് കൊച്ചുകുട്ടികൾക്ക് പോലും അവൈലബിൾ ആയതുകൊണ്ട് അശ്ലീലം കാണാനും ആസ്വദിക്കാനും അതിൽ രസിക്കാനും അതിൽ സമയം ചിലവഴിക്കാനും ഇന്ന് ധാരാളം ആളുകൾ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ അതിനടിമകളായി തീർന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, പലപ്പോഴും സമയമില്ല, വീട്ടിലൊന്നിനും നേരമില്ല, ഓഫീസിൽ പോലും ജോലി ചെയ്യുന്നില്ല, എല്ലാവരും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്, ഏകാന്തതയെ പ്രണയിക്കുകയാണ്. പക്ഷേ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്നു, പരസ്പര ബഹുമാനം നഷ്ടപ്പെടുന്നു, പരസ്പരമുള്ള ആദരവില്ലാതെയാകുന്നു, ആരും ആരോടും സംവദിക്കുന്നില്ല, ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഏകാന്തവാസത്തിലിരുന്ന് അശ്ലീലത്തിൽ അടിയറ വയ്ക്കുകയാണ് ആയുസ്. ഒരിക്കൽ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ലേഖനം വായിച്ചു, ഒരിക്കലെങ്കിലും അശ്ലീലം കാണാൻ ഇടയായ ഒരാളുടെ മനസ്സിൽ നിന്നത് മാഞ്ഞു പോകണമെങ്കിൽ അയാൾ മരിക്കണം. ഒരിക്കലെങ്കിലും അശ്ലീലം കാണാൻ ഇടയായ ഒരാളുടെ മനസ്സിൽ നിന്നത് മാഞ്ഞു പോകണമെങ്കിൽ അയാൾ മരിക്കണം. പ്രിയപ്പെട്ടവരെ, എത്ര ഭയാനകമാണിത്. പക്ഷേ ഇതെവിടെയും അവൈലബിളാണ്. എല്ലാവരും അതിൽ ആനന്ദം പിടിച്ചിരിക്കുകയാണ്. ഈ നോമ്പ് കാലം ഈ വക ചിന്തകളോടും ധ്യാനങ്ങളോടുമൊക്കെ പരിപൂർണമായും വിട പറയാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട നാളുകളാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ലോകം വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ ആളുകൾ ഭൂരിപക്ഷവും. കൈക്കൂലി വാങ്ങി കുറേയധികം കോടികൾ സമ്പാദിക്കാനാണ് കുറേ ആളുകൾ ശ്രദ്ധിക്കുന്നത്. ഏത് വിധേനയും ഏത് അന്യായ മാർഗത്തിലും കുറേ പണമുണ്ടാക്കാനാണ് വേറെ കുറേ ആളുകൾ ശ്രദ്ധിക്കുന്നത്. ആരൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടാലും, ആരൊക്കെ കരഞ്ഞാലും, ആരൊക്കെ ആത്മഹത്യ ചെയ്താലും, ആരുടെയൊക്കെ ജീവിതം താറുമാറായാലും എനിക്ക് കുറേ സമ്പാദിക്കണമെന്നൊരു ചിന്ത.
ദ്രവ്യാഗ്രഹം കൊണ്ട് ആളുകൾ വല്ലാതെ അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. ഈ വണ്ണം അനേകം ആളുകളുടെ ജീവിതത്തെ തകർത്തുകൊണ്ട്, അനേകം ആളുകൾക്ക് നീതി നിഷേധിച്ചുകൊണ്ട്, കൈക്കൂലി വാങ്ങിയോ കൊള്ളപ്പലിശ വാങ്ങിയോ കൊള്ളയടിച്ചോ ആളുകളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കള്ളപ്രമാണമുണ്ടാക്കിയോ അന്യൻ്റെ മുതൽ അപഹരിച്ച് കൈവശപ്പെടുത്തി വയ്ക്കുന്നതൊക്കെ ക്രമക്കേടാണ്. ഇതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുവാനും നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തെ കെട്ടിപ്പണിയുവാനും താൻ മൂലം ആരെങ്കിലും അവശത അനുഭവിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തെ ഒന്ന് വീണ്ടും പുനരായി പണിതെടുക്കുവാനും അന്യൻ്റെ മുതൽ കൈവശമിരിക്കുന്നുവെങ്കിൽ അത് മടക്കി കൊടുക്കുവാനും യഥാസ്ഥാനപ്പെടുവാനുമുള്ള ഒരവസരമാണ് നോമ്പ്. ചുരുക്കത്തിൽ എൻ്റെ ജീവിതത്തിൽ അനാവശ്യമായി ചേർത്ത് വയ്ക്കപ്പെട്ട സകലതിനോടും വിട പറയേണ്ടിയിരിക്കുന്ന ഒരു സമയമാണത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ അരുതാത്ത പലതും കൂട്ടിവെച്ച കൂട്ടത്തിൽ നാം ചില തിന്മകൾ വേറെയും രഹസ്യമായി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഉദാഹരണം നമ്മുടെ ധ്യാനങ്ങളാണ്. മനനമണ്ഡലത്തിൽ ഇവണ്ണം ധ്യാനിക്കുന്ന ധ്യാനങ്ങൾ പലതും അശുദ്ധി നിറഞ്ഞ ധ്യാനങ്ങളാണ്. അല്ലെങ്കിൽ പക, വിദ്വേഷം, വെറുപ്പ്, അസൂയ മുതലായവയാണ്. ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് മറിഞ്ഞിട്ട് മലിനമാക്കപ്പെട്ട ഒരു ഉറവ പോലെ അത് വല്ലാതെ കുഴപ്പം സൃഷ്ടിക്കുകയാണ്. അത് മനുഷ്യനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്, ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട്, വൈരാഗ്യത്തിൽ കൂടുതൽ ജ്വലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതക ചിന്ത രൂപപ്പെട്ടു വരുന്നുണ്ട്. ചിലരെ ഉന്മൂലനം ചെയ്യണമെന്ന ചിന്ത മനസ്സിൽ വല്ലാതെ പകയായി പടരുന്നുണ്ട്. ചില ആളുകളെ കൊല്ലുവാൻ കൊട്ടേഷൻ കൊടുക്കണമെന്ന് ഈ നാളുകളിൽ ചിന്തിച്ചു പോകുന്നുണ്ട്. അതൊരു പക്ഷേ സ്വന്തം വീട്ടിലുള്ള ആളുകളാകാം, അമ്മാവിയമ്മയോ മരുമകളോ അമ്മാവിയപ്പനോ മരുമക്കളോ ഒക്കെയാകാം. സ്വന്തം മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ നോമ്പ് കാലത്ത് നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായി ചേർത്ത് വയ്ക്കപ്പെട്ടത് എന്തും, നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്തത് എന്തും, നമ്മെ ക്രമം കെട്ടവരാക്കുന്നതും ക്രമം കെട്ടതാക്കുന്നതും നമ്മെ രോഗികളാക്കുന്നതും നമ്മെ തളർത്തുന്നതും നമ്മളെ തകർക്കുന്നതുമായ സകലതും പുറത്തു കളയുവാനുള്ള, നീക്കം ചെയ്ത് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു നല്ല സന്ദർഭമാണ് നോമ്പ്. മനസ്സിനെ മലിനമാക്കുന്ന സകലതും മനസ്സിൽ നിന്ന് പുറന്തള്ളാൻ ഒരവസരമാണിത്. ശരീരത്തെ മലിനമാക്കുന്ന സകലത്തെയും ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരവസരമാണിത്. ആത്മാവിനെ മലിനമാക്കുന്ന സകലതിനെയും ആത്മാവിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരവസരമാണിത്. നമ്മുടെ കുടുംബങ്ങളെ മലിനമാക്കുന്ന സകലത്തെയും കുടുംബത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരവസരമാണിത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് അനാവശ്യമായതും എന്നാൽ ഞാൻ ആസ്വാദ്യപൂർവമായി ചേർത്ത് വച്ചിരിക്കുന്നതുമായ അരുതായികകളെ വേരോടെ പിഴുത് പുറത്ത് കളഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ യഥാസ്ഥാനപ്പെടുത്തി സ്വസ്ഥമാക്കേണ്ട സമയമാണ് നോമ്പ്. ഭക്ഷണപാനീയങ്ങൾ ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നാം ജീവിക്കുന്നത് പോലും ആഹാരം കഴിപ്പാൻ വേണ്ടിയാണെന്ന് വന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ചും മലയാളി എന്തും ആഹരിക്കുന്നത് രുചിക്ക് വേണ്ടിയാണ്, നാവിന് വേണ്ടിയാണ്. വയറിന് വേണ്ടിയല്ല, ശരീരത്തിന് വേണ്ടിയല്ല, ജീവന് വേണ്ടിയല്ല, നാവിന് വേണ്ടിയാണ്. പുതിയ രുചികൾ തേടിയുള്ള പരക്കം പാച്ചിലിൽ ആളുകൾ വില കൊടുത്ത് വാങ്ങി ഭക്ഷിക്കുന്നത് മരണമാണെന്ന് മനുഷ്യൻ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് എത്ര ഭയാനകമാണ്. പലരും തിന്ന് ചീർത്ത് വീർത്ത് മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. ആർക്കുമൊന്നും കൊടുക്കാതെ എല്ലാം ഭക്ഷിച്ചും പാനം ചെയ്തും അങ്ങനെ ആസ്വദിച്ച് മുന്നേറുമ്പോൾ ജീവിതത്തിൽ അനാവശ്യമായ ഒരുപാട് രോഗങ്ങൾ ഭക്ഷണത്തിലൂടെ വിലയ്ക്ക് വാങ്ങി കൂടുകൂട്ടി വച്ചിരിക്കുകയാണ്. എന്നിട്ടും ആളുകൾ തിരുത്താൻ തയ്യാറല്ല. അനാവശ്യ ഭക്ഷണങ്ങളെ ഉപേക്ഷിക്കാനല്ല ആളുകൾ ശ്രമിക്കുന്നത്. ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കണം, അതുകൊണ്ട് വരുന്ന ദോഷം തീർക്കാൻ മരുന്ന് എത്ര വേണമെങ്കിലും കഴിക്കാം, അതിനുവേണ്ടി കാശ് എത്ര വേണമെങ്കിലും മുടക്കാം. എന്നാൽ എൻ്റെ ശരീരത്തിന് ദോഷം വരുത്തുന്ന, എന്നെ രോഗിയാക്കുന്ന ഭക്ഷണപാനീയങ്ങളെ ഞാനങ്ങ് ഉപേക്ഷിച്ചാൽ എനിക്ക് മരുന്നില്ലാതെ തന്നെ സുഖപ്പെടാമെന്ന ഒരു പരമാർത്ഥമുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾ അതിനെ മനസ്സ് വയ്ക്കുന്നില്ല. ഇഷ്ടപ്പെട്ടതൊന്നും ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്ത ഒരാൾക്കും നോമ്പെടുക്കാൻ കഴിയില്ല. ആസ്വാദ്യമെന്നെണ്ണുന്നത് എന്തും നിഷേധിക്കാൻ മനസ്സില്ലാത്ത ഒരാളും നോമ്പെടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് എന്തുമാകട്ടെ, അത് കണ്ണിൻ്റേതോ കാതിൻ്റേതോ നാവിൻ്റേതോ ആകട്ടെ, നമ്മുടെ മനസ്സിൻ്റെ സുഖമാകട്ടെ, നമുക്ക് സുഖം തരുന്നത് എന്തും അപകടകാരികളാണ്. നമ്മൾ ആസ്വദിക്കുന്നത് എന്തും നമ്മെ മരണത്തിൽ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുഖം പകരുന്നതും ആസ്വാദ്യകരവുമായ അതിനോട് വിട പറയാനുള്ള മനഃപൂർവമായ തീരുമാനമാണ് നോമ്പ്.
അത് ഭക്ഷണമായാലും പാനീയമായാലും ഒരു രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന കാഴ്ചയായാലും, അത് മധുരമായ അല്ലെങ്കിൽ നമ്മളെ ആനന്ദിപ്പിക്കുന്ന ചില വർത്തമാനങ്ങളായാലും, ഈ സുഖങ്ങളെല്ലാം നമുക്ക് അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനോട് വിട പറയലാണ് നോമ്പ്. അപ്പോൾ എൻ്റെ ജീവിതത്തെ ക്രമം കെട്ടതാക്കുന്നതും എനിക്ക് പാടില്ലാത്തതുമായി ഞാൻ എന്നോട് ചേർത്ത് വെച്ചിട്ടുള്ള സകലത്തെയും ഞാൻ നിഷേധിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്ത് എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതാണ് നോമ്പ്. നോമ്പുകാല ധ്യാനത്തിലൊരു മറുവശം കൂടെ ഉണ്ട്. എൻ്റെ ജീവിതത്തിന് അനിവാര്യമായതും എന്നിൽ ചേർന്നിരിക്കേണ്ടതും ചേർത്ത് വയ്ക്കപ്പെടേണ്ടതുമായ പലതിനെയും ഞാൻ പുറത്തു നിർത്തിയിട്ടുണ്ട്. അതിനെ തിരികെ എന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് നോമ്പ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, തെളിവായിട്ട് പറഞ്ഞാൽ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ദൈവം ജീവനാണ്. ദൈവം ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവൻ ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പലപ്പോഴും നാം പുറത്തു നിർത്തിയിരിക്കുകയാണ്. ബന്ധമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ബന്ധമുണ്ട്. നാം വല്ലപ്പോഴുമൊക്കെ ദൈവമേ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാറുണ്ട്. പിന്നെ വല്ല പ്രയാസമോ രോഗമോ കഷ്ടതയോ ജോലിക്ക് നഷ്ടമോ പഠനത്തിൽ പരാജയമോ പരീക്ഷയിൽ തോൽവിയോ ഒക്കെ വരുമ്പോൾ നാം ഉറക്കെ വിളിക്കും, ദൈവമേ എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കണം. ദൈവത്തെ ആകെ വിളിക്കുന്നത് ഈ സഹായം ചോദിക്കാൻ മാത്രമാണ്. അതിലുപരി ദൈവവും ഞാനും തമ്മിൽ വേർപിരിക്കാനാകാത്ത ഒരാത്മബന്ധമുണ്ടാകണം. അത് അനിവാര്യമാണ്, ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാത്തതാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ആവശ്യങ്ങൾക്ക് മാത്രം അടുത്ത് ചെന്ന് കാര്യങ്ങൾ നേടി തിരിച്ചു പോരുന്ന അവസ്ഥ മാറിയിട്ട് ദൈവവും ഞാനും തമ്മിൽ ഒന്നാകുന്നിടത്തോളം വരയണമത്. നിമിഷം പ്രതി ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പമായിരുന്ന് ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക, തിരിഹിതം ആരാഞ്ഞറിയുക, തിരിഹിതപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനം, അതുകൊണ്ട് എൻ്റെ ജീവിതം ദൈവത്തിന് സമ്മാനമായി ഞാൻ തിരികെ സമർപ്പിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയെങ്കിൽ ആ ദൈവത്തിങ്കിലേക്കുള്ള എൻ്റെ തിരികെ പോക്ക് അല്ലെങ്കിൽ ദൈവത്തെ എന്നിലേക്ക് തിരികെ കൊണ്ടുവരലാകണം നോമ്പ്. ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ജാഗരണത്തിലൂടെ, ധ്യാനത്തിലൂടെ, നിരന്തരമായ ദൈവാന്വേഷണത്തിലൂടെ നാം ദൈവവുമായി ഒന്നിക്കുന്നതാകണം നോമ്പ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത സകലത്തെയും പുറത്തു കളയുന്നത് കൂടാതെ ആവശ്യമുള്ളതിനെ അകത്താക്കുന്നതാണ് നോമ്പ് എന്നാണല്ലോ നാം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ബന്ധങ്ങളെ നാം പരിശോധിക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചത് പോരാ. നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഇപ്പോൾ എങ്ങനെയാണ്? ഉദാഹരണം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം. ഇന്ന് പല മക്കളും അവരുടെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച നിലയിലാണ്. അവരുടെ സമ്പത്തൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യം ഈ മക്കൾക്ക് വേണ്ടി ധാരാളമായിട്ട് അവർ ചിലവഴിച്ചിട്ടുണ്ട്. അവരുടെ ആയുസ് പതുക്കെ പതുക്കെ തീർന്നു പോയത് മക്കളെ വളർത്തി വലുതാക്കാൻ വേണ്ടിയാണ്. അവർ കഠിനമായി കായികാധ്വാനം ചെയ്ത് നേടിയ സമ്പത്ത് മിക്കവാറും ഇന്ന് മക്കളുടെ കയ്യിലാണ്. ഇപ്പോൾ അവർക്ക് ജരാനരകൾ ബാധിച്ചിരിക്കുന്നു. അവർക്ക് ചില മർക്കടമുഷ്ടി സ്വഭാവങ്ങളും കാണും. ഒരുപക്ഷെ മക്കൾ ഇച്ഛിക്കുന്നത് പോലെ മാതാപിതാക്കൾ ഒതുങ്ങി നിൽക്കണമെന്നില്ല. അപ്പോൾ ചില മക്കൾ തന്ത്രപൂർവം മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് അത് പണം കൊടുത്ത് അവരുടെ എല്ലാ ഇംഗിതങ്ങളും അംഗീകരിച്ച് അവരുടെ ആവശ്യമുള്ള ഭക്ഷണവും ചികിത്സയും ഒക്കെ കിട്ടുന്നിടത്തേക്ക് ഉപേക്ഷിക്കുന്ന ഒരു തലമുണ്ട്. അതൊരു മാന്യതയായിട്ടാണ് ഇന്ന് പലരും കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷേ തത്വത്തിൽ അത് അവരെ ഉപേക്ഷിക്കാനുള്ള ഒരു തന്ത്രമാണ്. വേറെ ചിലർ തെരുവിലിറക്കി വിടുന്നു, അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ ഉപേക്ഷിക്കുന്നു. ഇനിയും ചില മക്കൾ വീട്ടിൽ തന്നെ മാതാപിതാക്കളെ ഇരുട്ടുമുറിയിൽ അടയ്ക്കുകയോ പഴയ വീട്ടിൽ താമസിപ്പിച്ചിട്ട് ആഹാരം വന്ന് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ അങ്ങ് കൊണ്ടുകൊടുക്കാൻ വേലക്കാരെ നിർത്തുകയോ ഒക്കെ ചെയ്തിട്ട് പേരിന് മാത്രം മാതാപിതാക്കളുമായിട്ട് ഒരു ബന്ധം നിലനിർത്തി അവരെ സ്നേഹിക്കാതെ, അവരെ ഉപചരിക്കാതെ, അവരെ ബഹുമാനിക്കാതെ ഈ ജീവിക്കുന്ന മക്കളുണ്ട്. ഈ മാതാപിതാക്കളില്ലെങ്കിൽ ഒരു മക്കളും പൂർണ്ണരാകുന്നില്ല. മാതാപിതാക്കളെ ചേർത്ത് നിർത്തുന്നിടത്താണ് മക്കൾക്ക് മൂല്യമുണ്ടാകുന്നത്. ഒരുപക്ഷെ അവർ മർക്കടമുഷ്ടിക്കാരായിരിക്കാം, ഒരുപക്ഷെ അവർ നിഷേധ സ്വഭാവമുള്ളവരായിരിക്കാം, ഒരുപക്ഷെ അവർക്ക് ചില അരുതാത്ത ശീലങ്ങളും ചീത്ത വർത്തമാനം പറയുന്ന കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അവർ ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെയാണല്ലോ മക്കളെ നമുക്ക് ജന്മം നൽകിയതും നമ്മെ വളർത്തിയതും ഇന്ന് കാണുന്ന നിലകളിലൊക്കെ എത്തിച്ചതും.
ഞാനായതിൻ്റെ പിന്നിൽ അവരുടെ ത്യാഗമാണ് എന്ന് ഉറപ്പായിരിക്കുമ്പോൾ തന്നെ അവരുടെ സംസാരത്തിലെ ചില പ്രത്യേകതകളോ നിലപാടുകളിലെ ചില ദോഷങ്ങളോ കണ്ടെത്തി എൻ്റെ സ്റ്റാറ്റസിന് അവർ ചേരില്ല എന്ന് പറയുന്നത് സ്വന്തം പിതൃത്വത്തെ പച്ചയ്ക്ക് പുച്ഛിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത അനിവാര്യതയാണ് എൻ്റെ മാതാപിതാക്കൾ. അതുകൊണ്ട് ഞാൻ അവരുമായി രമ്യതയിലും സ്നേഹത്തിലും കൂട്ടായ്മയിലും എത്തുകയാണ് ഈ നോമ്പിൽ സംഭവിക്കേണ്ടത്. അത് സംഭവിക്കാത്തിടത്ത് നോമ്പില്ല. പിന്നെ നമുക്ക് കുറേ അഭിനയം കാഴ്ചവെക്കാം, ഞാൻ നോമ്പെടുക്കുകയാണെന്ന് വരുത്തി തീർക്കാം. ഒരിക്കലും ബന്ധങ്ങൾ ശരിയാകാത്തിടത്ത് നോമ്പാകുന്നില്ല. തിരിച്ച് മാതാപിതാക്കൾ മക്കളോടും എടുക്കുന്ന നിലപാട് വളരെ കാഠിന്യമായി കാണുന്നുണ്ട്. പലപ്പോഴും മക്കളെ നിഷേധിക്കുക, ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ടും മക്കൾ അതിൻ്റെ റെസ്പോൺസ് ഒന്നും തന്നില്ല. പഠനമുഴപ്പി, തോറ്റുപോയി, പേപ്പർ ബാക്കായി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആകെ കുഴപ്പത്തിലായി. അതുകൊണ്ട് എനിക്ക് നിന്നെ കാണണ്ട, ഇനി ഞാനും നീയും തമ്മിൽ ബന്ധമില്ല, ഇനി എന്നോടൊന്നും ചോദിക്കണ്ട, നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. മക്കളോട് മിണ്ടുന്നില്ല, അവരുമായി സമ്പർക്കം ചെയ്യുന്നില്ല, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. അവർ ഒറ്റപ്പെട്ടവരായി നിരാശരായി കഴിച്ചു കൂട്ടുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് പല മക്കളും കൂട്ടുകാരിലേക്കോ അശുദ്ധ കൂട്ടുകെട്ടിലേക്കോ ഒക്കെ പോകുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് വാത്സല്യിക്കാനും അവരോട് ക്ഷമിക്കാനും പല മാതാപിതാക്കൾക്കും കഴിയുന്നില്ല. ചിലർ സ്വന്തം മക്കളോട് അനേക വർഷങ്ങളായി മിണ്ടാറേയില്ല, എന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയും നോമ്പും ഉപവാസവും കൂട്ടായ്മയുമായിട്ട് നടക്കുകയാണ്. ഇതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പായി മാറുക? ഇതെങ്ങനെയാണ് ദൈവസന്നിധിയിൽ അംഗീകാരപ്രദമാവുക? നാം നമ്മെ തന്നെ പരിശോധിക്കണം. ഒരമ്മ തൻ്റെ മകനെ മോനെ എന്ന് വിളിക്കുന്നതിന് പകരം 1000 അമ്മമാർ മോനെ എന്ന് വിളിച്ചാലാകില്ല. പെറ്റമ്മയുടെ വിളിക്ക് മാത്രമേ ആയിത്തീരാൻ കഴിയുകയുള്ളൂ. ഒരു അപ്പൻ തൻ്റെ മകനോട് സാരമില്ലട കൊച്ചെ പോകട്ടെ എന്ന് പറയുന്നതിന് പകരം 1000 പുരുഷന്മാർ സാരമില്ലട പോകട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ വാക്കിന് പകരമാകില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വന്തം മക്കളെ മുറിവേൽപ്പിച്ച് മാറ്റി നിർത്തിയവർ ഓർക്കണം, എൻ്റെ മക്കൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ ഞാൻ എന്നോട് ഒപ്പിച്ച് വയ്ക്കുമ്പോഴാണ് എൻ്റെ നോമ്പാകുന്നത്. അതുകൊണ്ട് മക്കളുമായി രമ്യതപ്പെടണം. ഇതുപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ ഒരുപക്ഷെ അഹന്ത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അകന്നു കഴിയുകയാണ്. ഭാര്യയെ കൂടാതെ ഭർത്താവോ ഭർത്താവിനെ കൂടാതെ ഭാര്യയോ ഒരിക്കലും നോമ്പെടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നിങ്ങൾ 2 അല്ല 1 ആണെന്ന് വിളംബരം ചെയ്താണ് വിവാഹനാളിൽ ഒന്നാക്കി തീർത്തത്. ഇന്ന് രണ്ട് മനസ്സും 2 ജീവിതവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒന്നായിത്തീരുന്നതാണ് നോമ്പ്. ഭാര്യയെ കൂടാതെ ഭർത്താവോ ഭർത്താവിനെ കൂടാതെ ഭാര്യയോ ഒരിക്കലും പൂർണ്ണരാകുന്നില്ല, യഥാസ്ഥാനപ്പെടുന്നുമില്ല. കാരണങ്ങൾ പലതുണ്ടായിരിക്കാം. അവരുടെ സ്വഭാവം കൊള്ളുകയില്ല, വർത്തമാനം കൊള്ളുകയില്ല, അവരുടെ രീതി മോശമാണ്, അവരോട് ഇടപെടാൻ കൊള്ളില്ല, എപ്പോഴും ദേഷ്യപ്പെടുകയാണ്, എന്ത് ചെയ്താലും പരിഗണിക്കില്ല, എത്ര ചോദിച്ചാലും ഉത്തരം പറയില്ല, എന്നോട് മാനമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് അവരുമായിട്ട് രമ്യതപ്പെടുക? ഇതിപ്പോൾ ഒരുപാട് പേരുടെ പരാതിയാണ്. മിണ്ടാൻ എനിക്ക് പേടിയാണ്, മിണ്ടാൻ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നറിയില്ല, പരിഹസിക്കുമോ അല്ലെങ്കിൽ നിഷേധിക്കുമോ അല്ലെങ്കിൽ തിരിച്ചൊന്നും പറയാതിരിക്കുമോ, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചെത്ര നിഷേധാത്മകമായ നിലപാടെടുത്താലും മിണ്ടിക്കൊണ്ടിരിക്കുന്നവൻ്റെ പേരാണ് ക്രിസ്ത്യാനി. തിരിച്ചെത്ര നിഷേധാത്മകമായ നിലപാടെടുത്താലും ചീത്ത വിളിച്ചാലും അങ്ങോട്ട് മിണ്ടിക്കൊണ്ടിരിക്കുന്നവളാണ് ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആളുകൾ ഒരു ചോദ്യം ചോദിക്കും, എനിക്കൊരു വ്യക്തിത്വമില്ലേ, ഞാനങ്ങനെ കഴുതയാകാനൊക്കെ പറ്റുമോ? അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്, യേശു ക്രിസ്തുവിനൊരു വ്യക്തിത്വമുണ്ടായിരുന്നില്ലേ? സ്വർഗത്തിൽ കോടാനുകോടിക്കണക്കിന് മാലാഖമാർ അകമ്പടി സേവിച്ച് ആരാധിച്ചിരുന്ന സർവ്വലോകത്തിൻ്റെ അധികാരിയായ തമ്പുരാന് ഒരു വ്യക്തിത്വമുണ്ടായിരുന്നില്ലേ? ഈ ഭൂമിയിൽ തിരസ്കരണമേറ്റപ്പോൾ, കവിളത്ത് തല്ലുകൊണ്ടപ്പോൾ, മുഖത്ത് തുപ്പലേറ്റപ്പോൾ, വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, പരസ്യമായി ഈ പെരുവഴിയോരത്ത് ആണിയിൽ തൂക്കിയപ്പോൾ ഈ തമ്പുരാനൊരു വ്യക്തിത്വമില്ലായിരുന്നു. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിച്ചതാണ് യേശുക്രിസ്തുവിലെ സ്നേഹം. ഇത് പരസ്പരം കൊടുക്കുന്നിടത്താണ് നമ്മുടെ നോമ്പായി മാറുന്നതെന്ന തിരിച്ചറിവിലേക്ക് നാം എത്തണം. അപ്പോഴാളുകൾ ചോദിക്കും, അച്ഛൻ പറഞ്ഞു വരുന്നത് ഞാനൊരു കഴുതയായി തീരണമെന്നാണോ? അതെ, ഒരു കഴുതയായി തീരണം. ക്രിസ്തു അത്രത്തോളം താണു. ഒരു കഴുതമേലാണ് അവൻ വാഹനമേറിയത്. ഞാൻ ഇന്നൊരു കഴുതയാകാൻ തയ്യാറായാൽ എൻ്റെ മേൽ ക്രിസ്തു ഇരിക്കും, ഞാൻ ക്രിസ്ത്യാനിയാകും. അതുപോലെ കൂടപ്പിറപ്പുകളുമായിട്ടുള്ള ബന്ധം, അവരെ കൂടാതെ ഞാനുണ്ടോ? ബാല്യകൗമാരങ്ങളൊന്നും ഓർത്തെടുത്ത് എന്ത് രസമായിരുന്നു, എന്ത് കൂട്ടായ്മയായിരുന്നു, എന്ത് കിട്ടിയാലും പങ്കുവെച്ചല്ലാതെ തിന്നിട്ടില്ല. ഒരു പാത്രത്തിൽ നിന്ന് 2 പേരും വാരി തിന്നിട്ടുണ്ട്, 4 പേരും വാരി തിന്നിട്ടുണ്ട്. ഒരു പായിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് ഉറങ്ങിയിട്ടുണ്ട്.
കാലോട് കൊരുത്തും കൈയോട് കൊരുത്തും ആ ബാല്യകൗമാരങ്ങൾ കഴിച്ചുകൂട്ടിയ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകൾ ആങ്ങളെയും പെങ്ങളും ചേട്ടനും അനുജനും ചേട്ടത്തിയും അനുജത്തിയും കീരിയും പാമ്പും പോലെ ജീവിക്കുന്നിടത്ത് നോമ്പുണ്ടോ? രമ്യതപ്പെടാത്തിടത്തെ നോമ്പാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ പഴയ കാലത്തിൻ്റെ ആനന്ദത്തിലേക്കൊന്ന് മടങ്ങി വരാൻ വേണ്ടി സ്വയം താഴുകയും ക്ഷമിക്കുകയും ക്ഷമിക്കപ്പെടുകയും ക്ഷമ കൊടുക്കുകയും പരസ്പരം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും സാരമില്ലെന്ന് പറയുകയും കണ്ണിൽ നോക്കി വന്ന് ചിരിക്കുകയും ചെയ്യുന്നിടത്തല്ലേ നോമ്പാകുന്നത്? നമ്മൾ പലപ്പോഴും നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്നിടത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ചില ഭക്ഷണപാനീയങ്ങളൊക്കെ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതൊക്കെ ഉപേക്ഷിച്ചു. പിന്നെ കുറേ നമസ്കാരവും പ്രാർത്ഥനയുമൊക്കെ ഉണ്ട്. ജീവിതത്തിലൊരു മാറ്റവും വരുന്നില്ല. മാറ്റിക്കളയേണ്ടതിനെ മാറ്റിക്കളയുകയും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നോമ്പ്. അപ്പോഴാണ് നാം പരിപൂർണരായി മാറുന്നത്. ഇവണ്ണമുള്ള ഒരു സമർപ്പണമാണ് ഈ നോമ്പ് കാലത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ നോമ്പ് ഔവണ്ണമുള്ള ഒരു പരിപൂർണതയിലേക്ക് നമ്മെ വളർത്തിയെടുക്കട്ടെ. അനുബന്ധമായി പലതും ചേർത്ത് വയ്ക്കാനുണ്ടെങ്കിലും സമയം ഇവിടെ തീരുന്നത് കൊണ്ട് സന്ദേശം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ കേട്ടതെല്ലാം നമ്മുടെ ധ്യാനമായി, മനനമായി, നമ്മുടെ രൂപപ്പെടലായി, നമ്മുടെ നോമ്പായി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, തൃപ്പാദപീഠത്തിൽ അടുത്തു വന്ന നിൻ്റെ മക്കളെ നീ സ്നേഹപൂർവ്വം സന്ദർശിച്ച് നോമ്പ് എന്താണെന്ന്, അതിലൂടെ സംഭവിക്കേണ്ടത് എന്താണെന്ന് നോമ്പുകാല ധ്യാനം ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ കേട്ടത് ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ച് ഞങ്ങളിൽ അർഹമല്ലാത്ത വല്ലതും ഇന്ന് കൂടുകൂടിയിട്ടുണ്ടെങ്കിൽ ദൈവമേ അതിനെ പുറത്ത് കളയുവാനും, ഞങ്ങളിൽ ചേർന്നിരിക്കേണ്ട വല്ലതിനെയും ഞങ്ങൾ പുറത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങളോട് ചേർത്ത് വയ്ക്കുവാനും, ദൈവമേ പാപത്തോട് വിട പറയുവാനും, ദൈവത്തോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടും നല്ല കൂട്ടായ്മ ആചരിക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നിടത്താണ് ഞങ്ങളുടെ നോമ്പാകുന്നതെന്ന് ഞങ്ങളെ അവിടുന്ന് പഠിപ്പിച്ചല്ലോ. ഇതിൻ പ്രകാരം ജീവിതമൊന്ന് ചിട്ടപ്പെടുത്തി ആത്മീക വിജയം നേടുവാൻ ഈ നോമ്പുകാലം ഞങ്ങൾക്ക് ഉപകരിക്കണമേ. അതുമൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ധന്യത കൈവരുത്തണമേ. വിനയപൂർവ്വം ഞങ്ങളെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു നാഥ. തമ്പുരാൻ മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.